വളരെ സിമ്പിളായിട്ട് ഒരു ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് റെഡിയാക്കി എടുക്കാം. അതിനായി നന്നായി ക്ലീൻ ചെയ്തിട്ടുള്ള ഒരു 40 ഗ്രാം ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തലയുടെയും വാലിൻ്റെയും പോർഷൻ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഇത് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 25 ചെറിയ ഉള്ളി, ഒരു ചെറിയ 3 വെളുത്തുള്ളി, 4-5 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് മിക്സിയിലിട്ടോ അല്ലെങ്കിൽ ചതച്ചോ എടുക്കാവുന്നതാണ്. ഇനി ഒരു പാൻ ചൂടാക്കി പാൻ നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഇതിനൊന്ന് വറുത്ത് കോരി മാറ്റാം. ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഇതിന് ഈ വെളിച്ചെണ്ണയിൽ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഒരു 4-5 മിനിറ്റ് നമ്മൾ ഈ മസാല ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമ്മൾ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, കാരണം ഇത് ഓൾറെഡി നല്ല സ്പൈസി ആയിരിക്കും. മസാലകളെല്ലാം ചേർത്ത് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉണക്കച്ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ താഴ്ഭാഗത്ത് വരുന്ന ആ മസാലയെല്ലാം ഈ ചെമ്മീനിലേക്ക് പിടിക്കുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിനൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. ഇനി ഇതിനൊന്ന് തുറന്നു കൊടുത്തിട്ട് നമുക്ക് ഇതിനൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.